ഫ്രണ്ട്സ്, ഞങ്ങളിത് ഇന്നൊരു ഔട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിക്കോട്ടെ. നല്ല വെയിലുള്ള ദിവസമാണ്, അടിപൊളി വെയിലാണ്. ഇപ്പം ആനുവൽ ലീവായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേരും വയ്യാണ്ടായിപ്പോയി, പനിയായിരുന്നു, ഫീവറായിപ്പോയി. ഭാഗ്യത്തിന് അമ്മയ്ക്ക് പനിയൊന്നും പിടിച്ചില്ല, സെറ്റായിട്ടോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആനുവൽ ലീവ് തീരാറായി. കുറച്ച് ദിവസം ആദ്യത്തെ 2 ദിവസമൊക്കെ 2 സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ പോയി അമ്മ വന്നിട്ട്. അല്ലാണ്ട് ഇങ്ങനെ പോകാനൊന്നും പറ്റിയില്ല. ഇത് അമ്മയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. ദൂരെയൊന്നും അല്ല, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എവിടെയാണ് പണിയെടുക്കണേന്ന് അറിയണ്ടേ അല്ലേ? അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയായിട്ടൊരു ഔട്ടിങ് ആണോ എൻ്റെ പ്ലാനും. അപ്പോൾ പുറത്ത് പോവാം, നിങ്ങൾ ഫുഡ് കഴിക്കുക, ജസ്റ്റ് അത് വഴിക്കുന്ന കറങ്ങാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺലൈറ്റ് എൻജോയ് ചെയ്യുക. കുറേ നാളായി നല്ല വെയിൽ കിട്ടിയിട്ട്. പറയുമ്പോൾ ടയറിന് കാറ്റടിക്കുമായിരുന്നു. കാറ്റടിച്ചിട്ട് ഒരാൾ പതുക്കെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഞങ്ങൾ ജോലി ചെയ്യുന്ന അപ്പൊ നമ്മള് തുടങ്ങും കേട്ടോ. ഇവിടെ ഞങ്ങൾ തുടങ്ങുവാണ്. ബാക്കിയുള്ള കാഴ്ചകൾ വഴിയെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പതുക്കെ ഒരു ഷോപ്പിങ്ങിന് വന്നേക്കോട്ടെ. ഒന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൾ വന്ന പടിയത് പാത്രങ്ങളുടെ സെക്ഷനിലോട്ടാട്ടോ പോയേക്കുന്നത്. എല്ലാ അമ്മമാർക്കും പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക്നെസ് ആണല്ലോ. അതുകൊണ്ട് അവിടെ കാണുന്ന കളർഫുള്ളായ പാത്രങ്ങളും ഗ്ലാസ്സുകളും എല്ലാം പോയി പിടിക്കും കേട്ടോ. അമ്മ പറയണേ ഇവിടെയൊക്കെ എന്തോരം പാത്രങ്ങളാണ്, എന്ത് രസമാണെന്നൊക്കെ. ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കട്ടെ, ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ. നമ്മൾ പിന്നെ ഇതൊക്കെ കണ്ട് യൂസ്ഡു ആയി. എന്നെ കാണിച്ചു തന്നിട്ട് പിന്നെ ഇത് പ്രിമോനെ വിളിച്ച് കാണിക്കാൻ നോക്ക്, നല്ല രസമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ഓരോ കാഴ്ചകളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആട്ടോ. ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോഴാണെങ്കിലും, നാട്ടിൽ അങ്ങനെ സൂപ്പർ മാർക്കറ്റുകളിലൊന്നും അങ്ങനെ പോകാറില്ലല്ലോ, സാധാരണ കടകളിൽ പോകുന്നു അങ്ങനെ എന്നല്ലാണ്ട്. ഇവിടെ വന്ന് ഓരോ സൂപ്പർ മാർക്കറ്റുകളിൽ ചെല്ലുമ്പോഴും ഓരോ പാത്രങ്ങളുടെ സെക്ഷനൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആട്ടോ. അമ്മയ്ക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ചെടികളാട്ടോ. ഇവിടുത്തെ ചെടികളും പൂക്കളും കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഈ കക്ഷി താമസിക്കാതെ ചെടികളുടെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് അമ്മയ്ക്ക് ഞാനൊരു ചെടി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള ചെടി സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പം ബൊക്കകളുടെ സെക്ഷൻ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഇത് കൺഫ്യൂഷനാണ്, ചെടി എടുക്കണോ അതോ ബൊക്കകൾ എടുക്കണോ എന്ന്. എന്നിട്ട് ഇതേ ഈ ചെടികൾക്ക് എന്ത് ഭംഗിയാന്നൊക്കെ ഞാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ കോഴിവാലൻ നമ്മുടെ ഭയങ്കര എല്ലാവരുടെയും വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ചെടിയാന്ന് പറഞ്ഞു. പക്ഷെ ബൊക്കയൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാ ചെടികളും ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചെടികളുടെ സെക്ഷൻ. ഞാൻ എന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഇതുപോലെ ചെടിയുടെ സെക്ഷനിൽ പോയി കുറേ നേരം വായി നോക്കി നിൽക്കും. വാങ്ങിയാലും ഇല്ലെങ്കിലും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ആ ഒരു വാസന എനിക്കും കിട്ടിയിട്ടുണ്ട്. കുട്ടിക്ക് ലേശം കൗതുകം കൂടുതലാണെന്ന് പറയുന്നത് പോലെ എനിക്ക് കുറച്ച് ചെടികളുടെ കാര്യത്തിൽ കൗതുകം കൂടുതലാട്ടോ. അങ്ങനെ പക്ഷേ പതുക്കെ ഏത് ചെടി എടുക്കാമെന്നുള്ളൊരു ഫൈനൽ ഡിസിഷനിൽ എത്തിയേക്കോട്ടെ. ആന്തോടിയാട്ടോ ഇഷ്ടപ്പെട്ടത്. റെഡ് എടുക്കണോ റോസ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. 2 എടുക്കണോ 1 എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാട്ടോ. അവസാനം 1 മതി എന്ന് പറഞ്ഞിട്ട് റെഡിൽ പോയി പിടിച്ചു കേട്ടോ. റെഡ് മതി എന്ന് പറഞ്ഞു. അത് നമ്മൾ ഫൈനലൈസ് ചെയ്തു. അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ അത് തന്നെ എടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കക്ഷി അത് എടുത്തു. എന്നിട്ട് എവിടെ വെക്കണം എന്നൊക്കെ എവിടെ വെച്ചാൽ തന്നെ പ്ലാൻ ചെയ്തു. നമുക്ക് അവിടെ വെച്ചാലോ, ടി വിയുടെ അടുത്ത് വെച്ചാലോ നല്ല ഭംഗിയുണ്ടായിരിക്കും എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ശരി, അമ്മയുടെ ഇഷ്ടത്തിന് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വെക്കാമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടോ പോയത്. അമ്മയ്ക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. 6-60 ഒരുപോലെ എന്ന് പറഞ്ഞ പോലെ അമ്മയ്ക്ക് ആ 6 വയസ്സിൻ്റെ അതേ ഒരു ഇഷ്ടമായിട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് കണ്ടോ എങ്ങനെ കുഞ്ഞു പിള്ളേർ കഴിക്കുന്ന പോലെ കഴിക്കും കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഫഡ്ജ് വാങ്ങിച്ചു വിത്ത് ഐസ്ക്രീം, പിന്നെ ഒരു എന്താ പറയുക വാനില ഷേക്ക് വാങ്ങിച്ചു. അത്രയൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നത്തെ ഔട്ടിങ്. അങ്ങനെ അമ്മയ്ക്കൊരു മദേഴ്സ് ഡേ സ്പെഷ്യൽ ഔട്ടിങ് ആയിരുന്നു അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാട്ടോ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.